നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് കിലോമീറ്റേഴ്സ് വലിയ പ്രശ്നം കാണത്തില്ല. അത് കഴിഞ്ഞ് ഓടിക്കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിക്ക് മിസ്സിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും കംപ്ലയിൻറ്റ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് ബിബിൻ ജിനു ആണ് ചോദിച്ചിരിക്കുന്നത്. ബിബിൻ ജിനു 3064 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ 2010 മോഡൽ മാരുതി ഈക്കോ പെട്രോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 50 കിലോമീറ്റർ വരെ നല്ല സ്മൂത്ത് ആയിരിക്കും. ശേഷം ഇടയ്ക്ക് ഒരു കുത്തി പിടിക്കുന്ന ഫീൽ വരുന്നുണ്ട്. എന്തായിരിക്കും പ്രോബ്ലം? നല്ലൊരു ചോദ്യമാണ്. കാരണം ഈക്കോ എന്ന് പറയുന്ന വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ചെറിയ രീതിക്കൊക്കെ ഒരു മിസ് ഫയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഈക്കോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം 50 കിലോമീറ്ററിന് ശേഷമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം പ്രത്യേകിച്ച് ഈക്കോയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സാധാരണ വാഹനങ്ങളിൽ നമ്മൾ റേഡിയേറ്ററിനകത്ത് എയർ കളയുന്ന പോലുള്ള രീതിക്കല്ല നമ്മൾ ഈക്കോയിൽ എയർ കളയുന്നത്. അതായത് എയർ എന്ന് ഉദ്ദേശിച്ച് റേഡിയേറ്ററിനകത്തുള്ള എയർ കളയുന്നത്. അപ്പോൾ അങ്ങനെ എയർ കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വാഹനം ഓവർ ഹീറ്റ് ആവുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ചെറിയ രീതിക്കാണെങ്കിൽ പോലും അവിടെ എയറിൻ്റെ പ്രസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ഓവർ ഹീറ്റോ വല്ലതും കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓവർ ഹീറ്റോ വല്ലതും കാണിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് കൺഫേം ആക്കുക. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതായത് 2010 മോഡലാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം ഇഗ്നീഷൻ്റെ കേബിളോ കാര്യങ്ങളൊക്കെ, ഇഗ്നൈറ്ററിൻ്റെ കേബിൾസിലോ എന്തെങ്കിലും ബ്രേക്കോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇഗ്നൈറ്ററിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്കുള്ള ചൂടല്ല, അത്യാവശ്യം ചൂടായി കഴിയുമ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഗ്നൈറ്റേഴ്സ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യുക, എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യുക, ഫ്യൂവൽ ഫിൽറ്റർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ടാങ്കിനകത്ത് ഈ പറയുന്ന പോലെ സർക്കുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും രീതിക്ക് കരട് വല്ലതും കയറിയിട്ടാണെങ്കിലും വരാം. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് വരുന്ന എർത്തിങ് പോയിൻറ്റ്സ് വല്ല ലൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുകൊണ്ട് 50 കിലോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ദൂരം ഓടി കഴിയുമ്പോഴായിരിക്കും ഈ വൈബ്രേഷൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ആ വൈബ്രേഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ മെയിനായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടും റെഡി ആകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ഓടി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഏകദേശം 50 കിലോമീറ്റർ ഓടി കഴിഞ്ഞാണ് ഈ പ്രശ്നം കാണിക്കുന്നതെങ്കിൽ ഒരു 50 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി ഏതെങ്കിലും ഒരു ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ട് ഷോറൂമിലുള്ള അവരെയും കൂടെ വാഹനത്തിൽ ഇരുത്തി ഈ ഒരു കംപ്ലയിൻറ്റ് വ്യക്തമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളവർ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പറയുന്ന രീതി, അതായത് കുത്തി എന്ന് പറയുന്ന മിസ്സിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടിട്ട്, പക്ഷേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. കാരണം നമുക്ക് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു അറിവ് വളരെ കുറവായിരിക്കും. എന്നാൽ അത് കാണിച്ചു തരും, അല്ലെങ്കിൽ എന്താണ് കംപ്ലയിൻറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. ഏതായാലും ഈ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സാപ്പിലോട്ട് ആ പറയുന്ന വീഡിയോ ഒന്ന് ഇട്ട് തരികയാണെങ്കിൽ, അതായത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നോക്കിയിട്ട് എന്താണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് പറഞ്ഞു തരാം.